അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു ഹദീസ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് കാര്യത്തിനെ പറ്റി ചോദിച്ചു. സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അൽ ജന്ന, സ്വർഗത്തിലേക്ക് ജനങ്ങളെ കടത്തുന്ന ഏറ്റവും കൂടുതൽ കാര്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് മറുപടി പറഞ്ഞത് തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, അള്ളാഹുവിനിക്ക് തഖ്വ ചെയ്യലും അതുപോലെ തന്നെ നല്ല സ്വഭാവമാണ്. ഇതാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൂടുതലായി കടത്തുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണ്. സുഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അക്സരി മാ യുദ്ഖിലുൻ നാസ അന്നാർ, ജനങ്ങളെ നരകത്തിലേക്ക് കൂടുതലായി കടത്തുന്ന കാര്യം ഏതാണ്? ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൽ ഫമു വൽ ഫർജു, അവൻ്റെ ബായയും അവൻ്റെ ഗുഹ്യസ്ഥാനവുമാണ്. ബായ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലില്ലാത്ത നാവും അതുപോലെ തന്നെ എല്ലില്ലാത്ത ഗുഹ്യസ്ഥാനവുമാണ്. ഇതാണ് മനുഷ്യനെ കൂടുതലായി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സൽസ്വഭാവം എന്നുള്ളത് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ്. സൽസ്വഭാവം ഇല്ലാത്ത ചീത്ത സ്വഭാവമുള്ള ആളുകൾ നരകത്തിലേക്ക് പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാക്കുകൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ മെസ്സേജ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ ശൈലികളെ കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. അത് ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അത് വീട്ടുകാരാകട്ടെ, കുടുംബക്കാരാകട്ടെ, അയൽവാസിയാകട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരു നിലക്കും നമ്മുടെ നാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളോട് ഞാൻ പറയുകയാണ്. മാ മിൻ ഷൈഇൻ അസ്ഖല ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്, നാളെ മനുഷ്യന്മാരുടെ നന്മത്തിന്മകളെ തൂക്കുന്ന മീസാനാണ്. ആ മീസാനിൽ ഏറ്റവും ഘനമുള്ള കാര്യം അത് നല്ല സ്വഭാവമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, ഫമൻ അഹബ്ബു ഇബാദില്ലാ ഇലല്ലാഹി ഖാല അഹ്സനുഹും ഖുലുഖ, അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്സനുഹും ഖുലുഖ, നല്ല സ്വഭാവമുള്ള ആളാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള ആളാണ് അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ട ആള്. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ സ്വഭാവമുള്ള ആളും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളും തഖ്വ ചെയ്യുന്ന ആളുമാണ് എന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്ത ഖാദിമുർ റസൂൽ എന്ന പേരുകൊണ്ട് അറിയപ്പെടുന്ന അനസ് റളിയല്ലാഹു അൻഹു, ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ സിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ലാ വല്ലാഹി മാ സബ്ബനി സബ്ബതൻ ഖത്ത്, അല്ലാഹുവിനെ തന്നെ സത്യം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ ഒരൊറ്റ ദിവസം പോലും ചെറിയ വാക്കുകൊണ്ടോ വലിയ വാക്കുകൊണ്ടോ എന്നെ ഒരിക്കലും റസൂലുള്ളാഹി ചീത്ത പറഞ്ഞിട്ടില്ല. ഒലാ കാലലി ഉഫിൻ ഖത്ത്, എന്നോട് ചേ എന്നുള്ള വാക്ക് പോലും ഈ 10 വർഷം ഖിദ്മത്ത് ചെയ്ത എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വളരെയേറെ ആശയമുള്ള വാക്കുകളാണ്.
ജോലി ചെയ്യിപ്പിക്കുന്ന മേസ്ത്രിമാർ, അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ, അതുപോലെ തന്നെ മുതലാളിമാർ അവരുടെ ജോലി ചെയ്യുന്ന ആളുകളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്ന ഹദീസാണ്. അവരെ ഭീഷണിപ്പെടുത്താനോ അവരെ അടിക്കാനോ ശമ്പളം കൊടുക്കാതിരിക്കാനോ വേദനിപ്പിക്കാനോ പാടില്ല എന്നുള്ള ആശയങ്ങളുള്ള ഈ ഹദീസാണ്. അതുപോലെ തന്നെ ഉസ്താദുമാർ അവരുടെ ശിഷ്യന്മാരെ വേദനിപ്പിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല എന്നതിനും ഈ ഹദീസ് തെളിവാകുന്നുണ്ട്. മാത്രമല്ല ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നീ എന്തിനു ചെയ്തു എന്ന് ഒരു ആക്ഷേപിക്കുന്ന സ്വരത്തിൽ എന്നോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ ലം അഫ്അൽഹു, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ ലിമ ഫഅൽത നീ എന്തേ അത് ചെയ്യാത്തത് എന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 വർഷം ഖിദ്മത്ത് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവം എത്രമാത്രമാണ്, അവിടുത്തെ സന്ദേശം എത്രമാത്രമാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ നബി തങ്ങൾ വണ്ണമായ സ്വഭാവമാകുന്ന സിംഹാസനത്തിൻ്റെ മേലാണ് എന്ന് ഖുർആൻ പറഞ്ഞത് അതാണ്. നോക്കൂ നിങ്ങൾ, ജഅഫർ സ്വാദിഖ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനയം എത്രയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എത്രയാണ്. അദ്ദേഹത്തിനിക്ക് ഒരു ഖാദിമുണ്ടായിരുന്നു. ആ ഖാദിമ് ചെറിയ കുട്ടിയാണ്, ഒരു അടിമയായ ചെറിയ കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും ഉളു എടുക്കാൻ വേണ്ടി ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഒരു ജഗ്ഗിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും കയ്യിലേക്ക്. അങ്ങനെ ഒരു ദിവസം ആ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം താഴോട്ട് വീണ് ആ വെള്ളം കൊണ്ട് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം മുഴുവനും ചെണ്ടിയായി നനഞ്ഞുപോയി. അപ്പോൾ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു കുട്ടി മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടു, അരിശം വന്നു. ആ കുട്ടി അവിടുന്ന് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. വൽ ഖാളിമീനൽ ഗൈള, ദേഷ്യത്തിനെ മറച്ചു വെക്കണം എന്ന ആയത്ത് ആ കുട്ടി ഓതി കൊടുക്കുമ്പോൾ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു കുട്ടി കടിച്ചില്ല, കുട്ടിയെ പോടാ എന്നും പറഞ്ഞില്ല, മറിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ ദേഷ്യത്തിന് ഞാൻ മറച്ചു വെച്ചു, ഞാൻ ചൂടാകുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും അങ്ങനെ ആയത്തിൻ്റെ ബാക്കി ഭാഗം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ആ കുട്ടി ഓതിക്കൊടുക്കുകയാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളുടെ വക്കൽ നിന്ന് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാപ്പ് ചെയ്തു കൊടുക്കണം. ആ ആയത്ത് ഓതി കേൾപ്പിക്കുമ്പോൾ ആ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഖദ് അഫൗതു, ഓ മോനെ ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് തിരിച്ചടിച്ചില്ല, കുട്ടി ആട്ടി ഓടിച്ചില്ല, എന്നെ ഉപദേശിക്കാൻ നീ ആരടോ എന്ന് പോലും ചോദിക്കാതെ ആയത്തിൻ്റെ മുമ്പിൽ വഴങ്ങി ഞാൻ അഫൗത്തു അൻക, നിന്നെ തൊട്ട് ഞാൻ മാപ്പ് ചെയ്തു തന്നു. വീണ്ടും ആയത്തിൻ്റെ ഭാഗം ആ കുട്ടി ഓതി കേൾപ്പിക്കുകയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങനെ അരിശം വന്നാൽ അതിനെ മറച്ചു വെക്കുകയും ജനങ്ങളുടെ പക്കൽ നിന്ന് കുറവ് വന്നാൽ അത് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ഇങ്ങനെ നല്ലത് ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് ചെയ്യുന്ന ആളുകൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു എന്ന ആയത്ത് ഇങ്ങനെ ഓതി കേൾപ്പിച്ചപ്പോൾ ആ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു സന്തോഷമായി. എന്നിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅൻത ഹുർറുൻ ലിവജ്ഹില്ലാ, നീ സ്വതന്ത്രനാണ്, നീ നിൻ്റെ വഴിക്ക് നീ പോയിക്കോ എന്ന് മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അതാണ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഭാവവും താഴ്മയും വിശാലമായ മനസ്സും എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെയാണ് മഹാന്മാർ ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും സൽ സ്വഭാവം അല്ലാഹു നൽകുമാറാകട്ടെ.